മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ റോയൽ എൻഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കാതിരുന്നാൽ അത് നിങ്ങളെ വലിയൊരു അപകടത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്യുക. BS4 മോഡൽ വണ്ടികളുടെ കാര്യമാണ് പറയുന്നത്. BS4 മോഡൽ വണ്ടികളിൽ പൊല്യൂഷൻ തടയാൻ കൊണ്ടുവന്നിരിക്കുന്ന സംവിധാനമാണ് ഇവാപ്പറേറ്റിംഗ് സിസ്റ്റം. ഇവാപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മറ്റൊരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ആവർത്തിക്കുന്നില്ല. ആ വീഡിയോ കാണണമെന്നുള്ളവർക്ക് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ കാര്യത്തിലേക്ക് കടക്കാം. ഇവാപ്പറേറ്റിംഗ് സംവിധാനത്തിൽ ഉൾപ്പെടുന്നത് കാനിസ്റ്റർ, പർജ് വാൽവ്, വൺ വേ വാൽവ്, T കണക്ടർ, പിന്നെ ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന കുറെ ഹോസ് കണക്ഷൻസും ഇവാപ്പറേറ്റിംഗ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വണ്ടിയിൽ വരുന്നുണ്ട്. ഇതിൽ കാനിസ്റ്ററിനോ പർജ് വാൽവിനോ വൺ വേ വാൽവിനോ എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മിസ്സിംഗ് വരാവുന്ന ഒരു കാരണമാണ്. ഇവാപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹോസുകൾ എവിടെയെങ്കിലും ബെൻഡായി ഇരിപ്പുണ്ടെങ്കിൽ അതും വണ്ടിയിൽ മിസ്സിംഗ് വരുത്താവുന്ന ഒരു കാരണം തന്നെയാണ്. BS4 വണ്ടികളിൽ ടാങ്കിന്റെ ഇടത് ഭാഗത്ത് താഴ്ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഹോസുകൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതിൽ ഈ കാണുന്നതാണ് ഇവാപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹോസ്. വലത് ഭാഗത്തായിട്ട് കാണുന്ന ചെറിയ ഹോസ് ടാങ്ക് ക്യാപ്പ് ഭാഗത്തുള്ള വെള്ളം പുറത്തു പോകുവാൻ കൊടുത്തിരിക്കുന്ന ഡ്രൈൻ ഹോസ് ആണ്. ഈ കാണുന്ന ഇവാപ്പറേറ്റിംഗ് സംവിധാനത്തിന്റെ ഹോസ് ടാങ്കിൽ നിന്നും ഊരിക്കഴിഞ്ഞാൽ ഇവാപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ടായ പ്രോബ്ലം കൊണ്ടാണ് വണ്ടിയിൽ മിസ്സിംഗ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ഈ ഹോസ് ടാങ്കിൽ നിന്നും ഊരുന്നതോടുകൂടി മിസ്സിംഗ് നിൽക്കുന്നതാണ്. ഈ ഹോസ് ഊരിക്കഴിഞ്ഞാൽ ടാങ്കിന്റെ പ്രവർത്തനം BS4 നിന്നും BS3 നിലവാരത്തിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുന്നു. ഈ ഹോസ് ഊരുന്നതോടുകൂടി BS4 വണ്ടിയിലുള്ള കാനിസ്റ്റർ, പർജ് വാൽവ്, വൺ വേ വാൽവ് എന്നിവയുമായി വണ്ടിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാതാകുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ വന്ന കംപ്ലൈന്റ് കൊണ്ടാണ് മിസ്സിംഗ് ഉണ്ടായത് എങ്കിൽ ആ മിസ്സിംഗ് മാറുന്നതാണ്. ഈ പോയിരിക്കുന്ന ഹോസ് റൂട്ടിങ് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ടാങ്കിൽ എയർ ബ്ലോക്ക് വരുവാനുള്ള കാരണമാകും. അതായത് നിങ്ങൾ ടാങ്ക് ക്യാപ്പ് തുറക്കുന്ന സമയത്ത് എയർ പ്രഷർ ശക്തിയായി പുറത്തേക്ക് വരുന്നു. ഈ ഒരു ഒറ്റ ഹോസ് ടാങ്കിൽ നിന്നും ഊരിക്കഴിഞ്ഞാൽ ഇവാപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രോബ്ലം കൊണ്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ നിൽക്കുന്നതാണ്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ കംപ്ലൈന്റുമായി വർക്ക്ഷോപ്പിൽ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ അവിടുത്തെ മെക്കാനിക്കൽ തന്നെ ടാങ്കിന്റെ ഭാഗത്ത് നിന്നും ഈ ഒരു ഹോസ് ഊരി ഇട്ടതിന് ശേഷം കംപ്ലൈന്റ് മാറ്റി എന്നും പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ വണ്ടി തന്നു വിടുന്നത്. ചിലപ്പോൾ അവർക്ക് ആ ഒരു കംപ്ലൈന്റ് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്ത് തന്നെ ആയാലും ഈ ഒരു ഹോസ് ഇവിടെ നിന്ന് മൂരിയിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവന് പോലും വലിയൊരു അപകടം തന്നെയാണ്. ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. എങ്ങനെയാണെന്നല്ലേ, ഈ ഒരു ഹോസ് ഊരിയിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓടുന്ന സമയത്ത് ഈ ഹോൾ വഴി പെട്രോൾ ലീക്കേജ് ഉണ്ടായാൽ ആ പെട്രോൾ നേരെ വീഴുന്നത് സ്പാർക്ക് പ്ലഗിന്റെ ഭാഗത്തായിരിക്കും. സ്പാർക്കും പെട്രോളും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായാൽ പിന്നെ അവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇവാപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ടായ പ്രശ്നം മൂലം മിസ്സിംഗ് ഉണ്ടായി നിങ്ങൾ ടാങ്കിൽ നിന്നും ഈ ഒരു ഹോസ് ഊരി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഹോസ് തിരിച്ച് കണക്ട് ചെയ്ത ശേഷം വർക്ക്ഷോപ്പിൽ എത്തിച്ച് ഇവാപ്പറേറ്റിംഗ് സിസ്റ്റം മൊത്തമായി ചെക്ക് ചെയ്യിപ്പിച്ച് കറക്റ്റായ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കുക. നിങ്ങൾ ഈ ഒരു ഹോസ് ഡിസ്കണക്ട് ചെയ്ത് ഇട്ടിരിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ജീവൻ അപകടത്തിൽ തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. സൈനിങ് ഔട്ട്.